ഓരോ ദുരന്തവും നമ്മളെ അമൂല്യമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് പിൻവാങ്ങുന്നത്. കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രളയാനന്തര കേരളത്തിലെ ഒരു നിർമ്മിതിയിൽ ഇത് സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ പ്രളയകാലത്ത് 14,000 വീടുകൾ കൂടെയാണ് തകർന്നു പോയത്. 2 ലക്ഷം വീടുകളോളം കേടുപാറ്റുകൾ പറ്റിയെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ. എപ്പോഴും കഴിഞ്ഞ 28 വർഷമായിട്ട് ദുരന്തഭൂമികൾ സഞ്ചരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇതിനുള്ള പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടൻ സാമഗ്രികളെ വെച്ച് എങ്ങനെ ഒരു രൂപമുണ്ടാക്കാം, സുന്ദരമായ വാസഗ്രഹം ഉണ്ടാക്കാം എന്നുള്ള ആലോചന കാണണമെന്ന് നിങ്ങൾ കാണുന്ന ഈ വീട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഇതിൻ്റെ നിർമ്മിതി. നിങ്ങൾക്കറിയാം, ഇത് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ പ്രളയം കടന്നു വന്ന വഴികളിലൊക്കെ തന്നെ അതിജീവിക്കുന്ന രീതിയിലും യഥാർത്ഥത്തിൽ 3 നിലയായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. കോൺക്രീറ്റ് തൂണുകൾ വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. കോൺക്രീറ്റ് തൂണുകൾ, അതുപോലെ കോൺക്രീറ്റ് കൂര എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ആലോചിക്കും ഇത് കമ്പിയും സിമെൻറ്റും. അങ്ങനല്ല. ഇതിനകത്ത് ഈ കമ്പിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന മുളം കമ്പികളാണ്. മുളം കമ്പികൾ കൊണ്ട് എത്ര ബലമായിട്ട് കെട്ടാം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീടുകളിലേക്ക് നിങ്ങൾ കടന്നു വരണം. സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന രീതിയിൽ, പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ, ഊർജം സംഭരിക്കുന്ന രീതിയിലാണ് ചിലവ് കുറഞ്ഞ ഈ കെട്ടിടം ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നമുക്കറിയാം, വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇത്തരം വീടുകൾ നമ്മൾ ആദ്യമായിട്ട് വിഭാവന ചെയ്യുന്നത്. 500 ചതുരശ്ര അടിയിൽ തൊട്ട് താഴെ 495-നും 500-നും ഇടയ്ക്കുള്ളൊരു ഏരിയയാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അതിനകത്ത് നല്ല രീതിയിലുള്ള 2 ബെഡ്റൂമും ഒരു ലിവിങ് കം ഡൈനിങ് കിച്ചൺ സ്പേസൊക്കെ എങ്ങനെയാണ് ഒതുക്കിയിരിക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങൾ പറഞ്ഞു തരും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ഇതിനകത്തും നമ്മൾ ഒരിക്കലും ഒത്തുതീർപ്പിന് പോകാത്ത 2 കാര്യങ്ങളുണ്ട്. കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും കാര്യത്തിലൊക്കെ ഇതൊരു ഞാൻ പറയാം, ഞാനിത് പറഞ്ഞാൽ ശരിയാവും, നിങ്ങൾ വന്ന് കാണേണ്ട ഒരു കെട്ടിടമാണ്. അത് മാത്രമല്ല, ഇതിന് പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, 5.5 ലക്ഷം രൂപയ്ക്ക് 23 ദിവസം കൊണ്ട് 3 നില കെട്ടിടം പരിപൂർണമായിട്ട് തീർത്ത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്തത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, സാമൂഹ്യ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തതയുള്ള ഒരു അനുഭവമായിട്ട് മാറി എന്ന് ഇത് കണ്ടവരെല്ലാവരും എന്നോട് പറയാനുണ്ട്. അതിൻ്റെ പരിപൂർണ്ണ സൗകര്യത്തോടെ തറയിട്ട്, ടോയ്ലറ്റിൽ ഇതൊക്കെ ഇട്ട്, ടൈലൊക്കെ ഇട്ട് അതിമനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, ഇതിന് വളരുന്ന വീട് എന്ന സങ്കല്പത്തിന് അനുരൂപമായിട്ടാണ് ഈ കെട്ടിടം ചെയ്യുന്നത്. വളരുന്ന വീട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 മുറിയും കൂടെ ഒരുപക്ഷെ ഭാവിയിൽ കൂട്ടിച്ചേർക്കാവുന്ന രീതിയിലുള്ള നിർമ്മിതി ഒന്നാണ്. പ്രളയത്തെ അതിജീവിക്കുന്ന രീതിയിൽ, പ്രളയത്തിൻ്റെ ആ ഒരു ഭൂമിയുടെ തലത്തിൽ നിന്നും 7 അടിയോളം പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ താഴത്തെ നില. അപ്പോൾ ഒരിക്കലും വെള്ളം കയറാത്ത രീതിയിലേക്ക് ഈ കെട്ടിടം മാറിയിരിക്കുന്നത്. ഇതും മൺകെട്ടിടം തന്നെയാണ്. മണ്ണിന് തീർച്ചയായിട്ടും ഈ പ്രളയങ്ങളെ അതിജീവിക്കുമെന്ന് എന്നെ കാണിച്ചു തന്നത് എൻ്റെ തന്നെ പ്രളയകാല നിർമ്മിതികളുണ്ട്. ഒരു 10,000 വീടുകളുടെ മുകളിലെങ്കിലും ചെങ്ങന്നൂർ, പറവൂർ, ആലുവ ഭാഗത്ത് പ്രളയജലം കടന്നുപോയി എന്നതാണ് പിന്നീട് അനുഭവസ്ഥ. 1000-ഓളം കെട്ടിടങ്ങളുടെ മുകളിൽ മൺവീടുകളുടെ പുറത്തുള്ള പ്രളയം. ഒരു കെട്ടിടത്തിലും ഒരു കേടുപാട് നനവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശിഷ്ടം നനവുകൾ ബാക്കി നിൽക്കുന്നു എന്നല്ല, ശേഷപത്രമായിട്ട് ബാക്കി നിൽക്കുന്നവരെ മറ്റൊരു കേടും സംഭവിച്ചിട്ടില്ല എന്നത് അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ സന്തുലിതമായിട്ടുള്ള ഇത്തരം നിർമ്മാണ വിദ്യകൾ നമ്മുടെ രാജ്യത്തിന് അനുരൂപമല്ലെന്നും ഇതിന് ബലവും ആയുസ്സുമില്ല എന്നൊക്കെയുള്ള വ്യാപകമായ ആരോപണങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് സന്തുലിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് മാത്രമാണ് മറുപടി എന്ന് എൻ്റെ ഈ കൊച്ചു കെട്ടിടം ഉദാഹരിക്കുന്നത്. ഒരു ടോയ്ലറ്റ്, ചെറിയൊരു അടുക്കള, ലിവിങ് ഡൈനിങ്ങിൻ്റെ ചെറിയൊരു മുറി, അതുപോലെ 2 ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള ഭാവിയിൽ 2 ബെഡ്റൂം കൂടെ കൂട്ടിച്ചേർക്കാവുന്ന രീതിയിൽ വെറും 23 ദിവസം കൊണ്ട് ഈ 5.5 ലക്ഷം രൂപയ്ക്ക് പൂർണ്ണമായിട്ടും പണി പൂർത്തിയാക്കി കെട്ടിടത്തിൻ്റെ ഈ സന്ദേശം
പ്രളയാനന്തര കേരളത്തിന് ഇത്തരം മാതൃകകളാണ് ആവശ്യം എന്നുള്ള ഞങ്ങളുടെ രൂഢമൂലമായിട്ടുള്ള വിശ്വാസം.